സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ യാത്ര അബുദാബിയിലൂടെ അതിപ്രഭാതത്തിലുള്ള ഒരു റോഡ് ട്രിപ്പാണ്. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങിയ യാത്ര ആണെങ്കിലും എവിടെ വെച്ചെങ്കിലും നമുക്ക് സൺറൈസ് ഒക്കെ കാണാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് റോഡിൽ വെച്ച് ആസ്വദിക്കേണ്ടി വന്നു. എന്തായാലും യാത്ര വളരെ മനോഹരമായിരുന്നു. നല്ല പ്രഭാതം പൊട്ടിവിടരുന്ന സൂര്യനും നല്ല ആളൊഴിഞ്ഞ റോഡും ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് എവിടെയും നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ലോവർ അബുദാബിക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്ന ഒരു ചെറിയ റോഡ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സമയം രാവിലെ 5 മണിയായിട്ടുള്ളൂ. ആരും എണീറ്റില്ല. പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. തലേ ദിവസം യാത്ര പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ താഴെ അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സുബഹിൻ്റെ മുമ്പാണ് ഇറങ്ങിയത്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ സുബഹ് കുറച്ച് ലേറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയിൽ വെച്ചൊരു പള്ളി കണ്ട് അങ്ങനെ അവിടെ നിസ്കരിക്കാൻ കയറുകയാണ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിക്കണമെന്നായി. അങ്ങനെ ചായ തപ്പിയുള്ള ഇറക്കമാണ് ഈ ഇറക്കം. അങ്ങനെ വഴിയിൽ വെച്ചൊരു ഷോപ്പ് കണ്ട് അങ്ങനെ അവിടുന്ന് നല്ല ചായയൊക്കെ കുടിച്ച് രാവിലെ നല്ല പ്രഭാതം പൊട്ടി വിടുന്ന സമയമായിട്ടുള്ളൂ. എല്ലാവരും വരുന്നുള്ള ഒരു 6 മണി 6:30 ആ സമയമായിട്ടുള്ളൂ. അങ്ങനെ യാത്ര അവിടുന്ന് വീണ്ടും തിരിക്കുകയാണ്. നല്ലൊരു സ്പോട്ട് കണ്ടാൽ അവിടെ കയറാമെന്നുള്ളതായിരുന്നു നമ്മളെ പ്ലാന്. നമ്മളെ മെയിൻ ലക്ഷ്യം സൺറൈസ് കാണാമെന്നുള്ളതായിരുന്നു. പക്ഷേ സൺറൈസ് എത്തിയപ്പോഴേക്കും സൺറൈസ് ആയപ്പോഴേക്കും നമ്മൾ എവിടെ എത്താൻ പറ്റിയില്ല. നമ്മൾ റോഡിൽ വെച്ച് തന്നെ സൺറൈസൊക്കെ കണ്ടു. എന്തായാലും യാത്ര നല്ല അടിപൊളി യാത്രയായിരുന്നു. എന്തായാലും ഈ രാവിലെയുള്ള യാത്ര ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ്. കാരണം വെച്ചാൽ അധിക വണ്ടികളൊന്നും ഇല്ലാത്ത തിരക്കില്ലാത്തൊരു റോഡ്, നല്ല കാലി കിടക്കുന്ന റോഡ്, നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ റോഡാണ്. ഈ രാവിലെയുള്ള യാത്രക്കുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടത്. നല്ലൊരു ഫീലിംഗ് കൊടുത്ത യാത്ര അങ്ങനെ തന്നെ പറയാം നമുക്ക്. ഇതിൻ്റെ ഒരു ഫീലിംഗ് വേറെ തന്നെ. രാവിലെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റപ്പ് മനസ്സിലാവും. സൺറൈസ് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഉദിച്ച സൂര്യനെ നമുക്ക് റോഡിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂസ് നമുക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ യാത്രക്കനുസരിച്ച് കിട്ടുന്നു. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ നമുക്കൊരു ഒഴിഞ്ഞ പ്രദേശം കിട്ടില്ല. നല്ല ഒരു വ്യൂ കിട്ടുന്ന പ്രദേശം. സൂര്യൻ്റെ നല്ല അടിപൊളി വ്യൂ കിട്ടി. നല്ല സൂപ്പറായിരുന്നത് കാഴ്ച. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഫാദി ഐലൻഡ് പറഞ്ഞൊരു സ്ഥലത്തിട്ടോ. അങ്ങനെ അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോയി നോക്കി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതിപ്പോൾ ഓപ്പൺ അല്ല. ആഫ്റ്റർ 3 മണിക്ക് ശേഷമാണ് അത് ഓപ്പൺ ആവുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ അവിടുന്ന് വീണ്ടും തിരിച്ചു വരേണ്ടി വന്നു. പിന്നൊന്നും നോക്കിയില്ല, റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ചു പോരുമ്പോഴാണ് അപ്പോൾ ലോവർ അബുദാബി കാണാത്ത ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. അങ്ങനെ അവിടെ ലോവർ അബുദാബി കയറാമെന്ന് വിചാരിച്ച് മോർണിംഗ്. അങ്ങനെ ലോവർ അബുദാബിക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. പിന്നെ അവിടുന്ന്
ലോവർ അബുദാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ UAE തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മ്യൂസിയമാണ് ഈ ലോവർ അബുദാബി പറഞ്ഞത്. ഫ്രാൻസിലെ ഒരു പാരീസ് ലോവറോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്ത് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ലോവർ അബുദാബി പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സൺലൈറ്റ് അടിക്കുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നിഴലിൻ്റെ ഒരു പ്രതിഭാസമുണ്ട്. റെയിൻ ഓഫ് ലൈറ്റ് എന്നാണ് അതിന് പറയുക. ആക്ച്വലി നമ്മളെത്തിയത് അതിരാവിലെ ആയതുകൊണ്ട് നമുക്ക് ഇതിലും കയറാൻ പറ്റിയില്ല, അതും ഫ്ലോപ്പായി പോയി. എന്തായാലും വേണ്ടില്ല, പുറത്തുള്ള കാഴ്ച നല്ലതേ ആസ്വദിച്ച്. ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പല കാലഘട്ടങ്ങളിലുള്ള കലാസൃഷ്ടികൾ, അതേപോലെ അവിടുത്തെ പഴയ ശില്പങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടാവാം. ഇതിൻ്റെ ടിക്കറ്റ് എടുത്ത് കയറണമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഫ്രീ എൻട്രിയും കിട്ടാറുണ്ട് ചില ഓഫർ സമയങ്ങളിലൊക്കെ. 1-2 പ്രാവശ്യം കയറിയിട്ടുണ്ട്, ഒരാൾ കയറാത്തുണ്ട്, അതുകൊണ്ട് പോയതായിരുന്നു. പക്ഷേ അത് നമുക്ക് കയറാൻ പറ്റിയില്ല. നമ്മൾ നേരത്തെ എത്തിപ്പോയി അവിടെ. ഈ എൻട്രൻസൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല വൃത്തിയിൽ ചെടികളൊക്കെ കട്ട് ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ട് അവരെപ്പോഴും കീപ്പ് ചെയ്യുക കേട്ടോ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ നല്ല അബുദാബിയിലും UAEയിലുള്ള എല്ലാവിധ ടൂറിസ്റ്റ് പ്ലേസിൻ്റെയും പൊതുസ്ഥലങ്ങളിലൊക്കെ ഒരു പ്രത്യേകം കൂടിയാണ് ഈ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇവിടുത്തെ മ്യൂസിയങ്ങൾക്കും അതിൻ്റെ ടൂറിസ്റ്റ് പ്ലേസിനൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു സംഭവം എന്താ വെച്ചാൽ ഇവിടെ നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്ത് നടക്കും. എല്ലാ വിദേശികളെയും എല്ലാവരെയും ആകർഷിക്കാൻ പറ്റിയൊരു ലെവലിലായിരിക്കും ഇവിടെ എപ്പോഴും എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ഉണ്ടാവുക. അത്രയും നല്ല രീതിയിൽ വൃത്തിയിൽ അവർ കൊണ്ടെടുക്കും എല്ലാ കാര്യങ്ങളും. പ്രത്യേകിച്ച് തൊഴിലാളികളൊക്കെ ആക്കിയിട്ടാണ് അവർ കൊണ്ടെടുക്കുക എല്ലാ കാര്യങ്ങളും. നല്ല വേസ്റ്റൊന്നും ഇടാതെ നല്ല വൃത്തിയായി കയറി എപ്പോഴും അവർ കീപ്പ് ചെയ്യുക. അങ്ങനെ അതും കഴിഞ്ഞ് അതും കാണാൻ പറ്റിയില്ല. അപ്പം മൊത്തത്തിൽ അതും ഫ്ലോപ്പായി. എന്നാലും യാത്ര ഭയങ്കര രസമായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ വരികയാണ്. തിരിച്ച് വന്ന് നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉറങ്ങാനൊക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ചു പോയി ഒരു ഷോപ്പൊക്കെ കണ്ട് ചായക്കുള്ള സ്പോട്ടൊക്കെ കാണാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ള സ്പോട്ട് കാണാൻ പോവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. സൺഡേ ആണ്, ഇനി അടുത്ത ആഴ്ച ഒരു സൺഡേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ സൺഡേ കിടന്നുറങ്ങിയെങ്കിലും കുറച്ച് ആസ്വദിക്കണം. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് യാത്ര പിരിയാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.